അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ റേസായി. സോ നാളെയാണ് SBI ഗ്രീൻ മാരത്തോൺ. അതിൽ ഹാഫ് മാരത്തോൺ ഞാൻ ഓടുന്നുണ്ട്. സോ അതിൻ്റെ ബിബ് കളക്ഷന് പോവുകയാണ്. എനിക്കറിയാം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഒരുപാട് വീഡിയോ ഒന്നും ഇടുന്നില്ല, സാധാരണ ഇടുന്ന പോലെ അത്രയും വീഡിയോസ് ഞാൻ ഇടുന്നില്ല. കാരണം ഈ ഒരു റേസിന് വേണ്ടി നല്ല രീതിയിൽ ട്രെയിനിങ് ബ്ലോക്ക് നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. കാരണം അതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. എനിക്കൊരു 150യുടെ താഴെയുള്ള ടൈമിൽ ഈ വർഷം തീരുന്നതിന് മുന്നേ ഫിനിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ ആ ട്രെയിനിങ് ആയതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസ് ഇടാത്തത്. ഇന്ന് മുതൽ എല്ലാ ദിവസവും പഴയതുപോലെ വീഡിയോ ഇടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ ഇനി ബിബ് കളക്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ പോണ വഴിയിൽ ജസ്റ്റ് പ്യൂമയിൽ കയറിയായിരുന്നു. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, മറ്റേ പുളിമൂട് ജംഗ്ഷനിലിരിക്കുന്ന ഔട്ട്ലെറ്റാണ്. സോ ഇവിടെ ഒരുപാട് ടീഷർട്ടിൻ്റെയും ഷോർട്സിൻ്റെയും കളക്ഷൻ ഉണ്ട് ഈ കാണുന്ന പോലെ. ഞാൻ ഇവിടെ നിന്നൊരു റണ്ണിങ് ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ബില്ലടിക്കാൻ കൊണ്ടുപോയി. ബില്ലടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് റണ്ണിങ് ഷോർട്സോ അല്ലെങ്കിൽ ടാങ്ക് ടോപ്പ്, ഇപ്പം ജസ്റ്റ് ഇവിടെ നോക്കിയാൽ ടാങ്ക് ടോപ്പൊക്കെ കാണാം. നമുക്ക് ആപ്പിൽ കാണുന്ന ടാങ്ക് ടോപ്സ് ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ലുലുവിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ കളക്ഷൻ ഉള്ളത് ഇവിടെയാണ്. സോ ഇത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ബിബ് കളക്ട് ചെയ്യാൻ നമ്മുടെ കോഫി ബ്രോനെ കണ്ടു, പുള്ളി വാങ്ങിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി വാങ്ങാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളെ ബിബൊക്കെ കളക്ട് ചെയ്തു. പക്ഷെ ദുരന്തമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ദുരന്തം എന്ന് പറയാനുള്ള റീസൺ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇങ്ങനെയാണ് അവർ തരുന്നത്, ജസ്റ്റ് എല്ലാം കൂടെ കുത്തി നിറച്ചങ്ങ് തരുമോ. ഇപ്പോൾ ഈ അകത്ത് കാണുന്ന പേപ്പർ ബിബാണ്. യൂഷ്വലി നമ്മൾ ബിബ് ഫോൾഡ് ചെയ്യലെന്നാണ് പറയാറുള്ളത്. അവർ തന്നിരിക്കുന്ന ഈ ടീഷർട്ടിൻ്റെ അകത്ത്, ഒരു മിനിറ്റ്, ടീഷർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബിബ് പൊതിഞ്ഞാണ് തന്നിരിക്കുന്നത്. അത് ചിലത് കറക്റ്റായിട്ടുണ്ട്. എൻ്റെ പക്ഷേ ഫോൾഡാണിരുന്നത്, ഞാൻ പിന്നെ നേരെ വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് ടൈമിംഗ് ചിപ്പ് വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നിരിക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന വോളണ്ടിയർ പിള്ളേർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ ബിബ് വാങ്ങാൻ പോയപ്പോൾ ഞാൻ എൻ്റെയും അനിയൻ്റെയും വൈഫിൻ്റെ എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. സോ നമ്മൾ സെൽഫായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ മാത്രം കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ വേറൊരാളുടെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ടാണ് അവരിത് തരുന്നത്. പക്ഷേ അവിടെ നിന്ന് ആദ്യത്തെ കൗണ്ടറിൽ നിന്ന് പയ്യനത് അറിയത്തില്ല. അവൻ എൻ്റെ വൈഫിൻ്റെ കളക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ വൈഫിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിച്ചത്. അപ്പോൾ അടുത്ത് നിന്ന് ഒരു ഹിന്ദിയിൽ സംസാരിക്കുന്ന പുള്ളിക്കാരനാണ് പറഞ്ഞത് അങ്ങനെയല്ല, ഈ വാങ്ങുന്ന ആളുടെ ഫോൺ നമ്പറാണ് കളക്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് അറിയില്ല. പിന്നെ എല്ലാത്തിലും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എനിക്ക് പിന്നെ വന്നത്, 4 പിന്ന്. പിന്നെ നമുക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പ്രോപ്പർലി മാനേജ്ഡ് അല്ല. അവിടെ ഫുൾ പാനിക്കാണ്. അതായത് നമ്മൾ പോയി നമ്മുടെ നമ്പർ പറയുമ്പോൾ ഒരാൾ നമ്പർ നോക്കുന്നു, വിളിച്ച് പറയുന്നു, ബാക്കിലുള്ള ആൾ ബിബെല്ലാം കൂടെ തപ്പുന്നു, അതൊന്നും എടുക്കുന്നു. എൻ്റെ വീണ്ടും സൈസിൻ്റെ കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻ വരുന്നു. സോ ആകെ മൊത്തം ഒരു കെയോസാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിബ് കളക്ഷൻ ഞാൻ പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നാളെ റേസ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും റേസ് കഴിഞ്ഞിട്ട് റേസ് റിവ്യൂ കാണും. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നാളെ SBI ഗ്രീൻ മാരത്തോൺ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഓടുന്നതെങ്കിലും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക. നമുക്ക് നാളെ കാണാം. ബൈ.